ഇന്ന് നമ്മൾ ലോകരാജ്യങ്ങളിലേക്ക്, നമ്മുടെ ദേശങ്ങളിലേക്ക്, നമ്മളായിരിക്കുന്ന നമ്മുടെ കുടുംബങ്ങളിലേക്ക് നോക്കുമ്പോൾ മറ്റേത് നാളുകളേക്കാൾ ഉപരി പ്രതിസന്ധികളും പ്രശ്നങ്ങളും അസ്വസ്ഥതകളും അസമാധാനവും ഇന്ന് വർദ്ധിച്ചു വരികയാണ്. ചിലരെങ്കിലും പറയാറുണ്ട്, അതൊക്കെ സമയത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. ചിലർ പറയും അത് സമയദോഷമാണ്. മറ്റു ചിലർ പറയാറുണ്ട് ഇതെല്ലാം നമ്മുടെ വിധിയാണ്, ഇതൊക്കെ അനുഭവിച്ചേ മതിയാകും. എന്നാൽ സഹോദരങ്ങളെ, നാം കർത്താവിൻ്റെ വചനത്തിലേക്ക് നോക്കുമ്പോൾ ലോകരാജ്യങ്ങളിലും ദേശങ്ങളിലും സഭയിലും കുടുംബങ്ങളിലെല്ലാം ഇന്നുണ്ടായിക്കൊണ്ടിരിക്കുന്ന അസ്വസ്ഥതകളും പ്രതിസന്ധികളും വളരെ കലുഷിതമായ ഈ സാഹചര്യങ്ങളൊന്നും അഭിചാരിതങ്ങളല്ല. ഇതെല്ലാം കാലത്തിൻ്റെ സൂചനകളാണ്. ഷെക്കേന ന്യൂസിലൂടെ ഈ പുതുവർഷത്തിലേക്ക് നമ്മൾ പ്രവേശിക്കാൻ ഒരുങ്ങുമ്പോൾ, ഈ ഒരു ശുശ്രൂഷ നമുക്കായി പരിശുദ്ധാത്മാവ് നൽകുമ്പോൾ ഇതിൻ്റെ പുറകിലുള്ള ദൈവ പദ്ധതി എന്താണ്? കാലത്തിൻ്റെ വെല്ലുവിളികളെയും പ്രതിസന്ധികളെയും ദൈവകൃപയോടെ അതിജീവിച്ച് നമ്മുടെ ജീവിതവും കുടുംബങ്ങളും കർത്താവിനോട് ചേർന്ന് ജീവിക്കുന്നതായി മാറുവാനുള്ള ഒരു അഭിഷേകത്തിലേക്ക് നമ്മളെല്ലാം ഉയർത്തപ്പെടുവാൻ ഈ ശുശ്രൂഷ നമുക്കായി ഒരുക്കപ്പെടുന്നത്. ദാനിയേൽ പ്രവചനം 12-ാം അധ്യായം 1-ാം വചനത്തിൽ, ആ വചനത്തിൻ്റെ സെക്കൻഡ് പാർട്ടിലേക്ക് നിങ്ങൾ വരണം. ജനത രൂപം പ്രാപിച്ചതു മുതൽ ഇന്നേ വരെ സംഭവിച്ചിട്ടില്ലാത്ത കഷ്ടതകൾ അന്നുണ്ടാകും. ജനത രൂപം പ്രാപിച്ചതു മുതൽ ഇന്നേ വരെ സംഭവിച്ചിട്ടില്ലാത്ത കഷ്ടതകൾ അന്നുണ്ടാകും. ആ വചനം നമ്മൾ ശ്രദ്ധിക്കണമേ, അന്നുണ്ടാകും. ഏകദേശം 2350 വർഷങ്ങൾക്ക് മുമ്പ് പ്രവചനാത്മാവിൽ പ്രവാചകനായ ദാനിയേൽ വിളിച്ചു പറഞ്ഞു, ലോക ചരിത്രത്തിൽ ഇന്ന് വരെ സംഭവിക്കാത്ത വിധത്തിലുള്ള കഷ്ടതകൾ അന്നുണ്ടാകും എന്ന്. ഈ അന്ത്യനാളുകളിൽ എൻ്റെ സഹോദരങ്ങൾ, അന്ത്യനാളെന്ന് പറയുമ്പോൾ നമ്മൾ ആരും തെറ്റിദ്ധരിക്കണം. ലോകം അവസാനിക്കാൻ പോകുന്നു എന്നല്ല എൻ്റെ അർത്ഥം. ഈ പാപകരമായ ഈ യുഗത്തിന് കർത്താവ് ഒരു അന്ത്യം കുറിക്കാൻ പോവാണ്. ഒരു കൃപയുടെ യുഗം കർത്താവ് തൻ്റെ ജനത്തിനായി ഒരുക്കുന്ന ഒരു കൃപയുടെ സമയത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഇന്നേ വരെ ഉണ്ടാകാത്ത കഷ്ടതകൾ അന്നുണ്ടാകും. ഇന്ന് പലരും ചോദിക്കുന്ന ചോദ്യത്തിനുള്ള മറുപടിയാണ് ഈ വചനത്തിലൂടെ ആത്മാവ് നൽകുന്നത്. എന്തുകൊണ്ടാണ് ഇതുപോലുള്ള കഷ്ടതകള്, ക്ലേശങ്ങള്, ദുരിതങ്ങള്, സങ്കടങ്ങള്, പലവിധ ദുരിതങ്ങള്, ദുരന്തങ്ങള് ഇന്ന് എന്തുകൊണ്ട് ഇങ്ങനെ വർദ്ധിച്ചു വരുന്നു എന്ന് നമ്മുടെ ചോദ്യത്തിനുള്ള ഉത്തരമാണ് ഈ ദാനിയേൽ പ്രവചനത്തിലൂടെ പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിക്കുന്നത്. കഷ്ടതകൾ ഉണ്ടാകും, ഇന്നുവരെ ഉണ്ടാകാത്ത വിധത്തിലുള്ള കഷ്ടതകൾ. സഹോദരങ്ങളെ, ദൈവവചനത്തിന് മാറ്റം സംഭവിക്കില്ല. അപ്പോൾ നമ്മൾ ഈ കാണുന്ന ഈ കഷ്ടതകളും പ്രതിസന്ധികളൊന്നും അവിചാരിതങ്ങളല്ല, വളരെ യാദർച്ഛികമായി സംഭവിക്കുന്നതല്ല. ഇതൊക്കെ ദൈവവചനത്തിൻ്റെ വെളിപ്പെടുത്തലുകളാണ്, പ്രവചനത്തിൻ്റെ പൂർത്തീകരണങ്ങളാണ്. ഇത് തന്നെയാണ് പൗലോസ്ലിഹ സഭയെ പഠിപ്പിക്കുന്നത്. തിമോത്തിയോസ് 2-ാമത്തെ ലേഖനം 3-ാം അധ്യായം 1-ാമത്തെ വചനത്തിൽ ഒരു കാര്യം മനസ്സിലാക്കിക്കൊള്ളുക, അവസാന നാളുകളിൽ ക്ലേശപൂർണമായ സമയങ്ങൾ വരും. ക്ലേശപൂർണമായ സമയങ്ങൾ വരും. എൻ്റെ സഹോദരങ്ങളെ, വളരെ ക്ലേശപൂർണമായൊരു സമയം കുടുംബമായി ജീവിക്കാൻ. ഇന്ന് കുടുംബങ്ങൾ വിശുദ്ധിയിലും സ്നേഹത്തിലും പരസ്പരം പങ്കുവെച്ച് ജീവിക്കുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ളൊരു കാര്യമല്ല. നിസ്സാര കാര്യങ്ങളെ പ്രതി കുടുംബങ്ങളിൽ അസ്വസ്ഥതകളും കലഹങ്ങളും ഉണ്ടാകുന്നു, സ്നേഹം നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥ. അപ്പോൾ വിശുദ്ധിയോടെ സ്നേഹത്തോടെ കുടുംബമായി ജീവിക്കുക എന്ന് പറഞ്ഞാൽ ഒത്തിരി ക്ലേശങ്ങളുണ്ട് അതിൻ്റെ പുറകിൽ.
പലതും വിട്ടുകൊടുക്കേണ്ടി വരും, എളിമപ്പെടേണ്ടി വരും, പലതും അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും, നമ്മൾ സ്വയം ചെറുതാകേണ്ടി വരും. നമ്മുടെ അഹങ്കാരവും ഈഗോയൊക്കെ വെച്ചു പോയാൽ എപ്പോൾ കുടുംബം തകർന്നു എന്ന് നമ്മൾ കരുതിയാൽ മതി. സഹോദരങ്ങളെ, വിശുദ്ധിയുടെ ആത്മാവിൽ ജീവിക്കാൻ ഒത്തിരി ബുദ്ധിമുട്ടുള്ളൊരു കാലഘട്ടമാണ്. കർത്താവിനോട് ചേർന്നുകൊണ്ടുള്ള ജീവിതം, സത്യവിശ്വാസം ജീവിക്കുവാനും അത് കാത്തു സൂക്ഷിക്കുവാനും ഒരുപാട് പ്രയാസകരമായ ഒരു സമയത്തിലാണ് നമ്മൾ എത്തി നിൽക്കുന്നത്. ഇത് പ്രസംഗിക്കാൻ എളുപ്പമാണ്, കേട്ടിരിക്കാൻ എളുപ്പമാണ്, എന്നാൽ ജീവിക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. നമ്മൾ ഒത്തിരി ഫൈറ്റ് ചെയ്യേണ്ടി വരും. നമ്മോട് തന്നെ ഫൈറ്റ് ചെയ്യേണ്ടി വരും. നമ്മളിലുള്ള ജഡീകതയോട്, നമ്മളിലുള്ള ലൗകികതയോട്, നമ്മുടെ ബാഹ്യ മനുഷ്യനോട് നമ്മൾ ഫൈറ്റ് ചെയ്യേണ്ടി വരും. അതത്ര ഈസിയല്ല സഹോദരങ്ങളെ. അവിടെ എല്ലാം കൃപയോടെ നമുക്ക് വ്യാപരിക്കാൻ പറ്റണമെങ്കിൽ നമ്മുടെ മേൽ ഒരു എക്സ്ട്രാ പവർ, ഒരു അസാധാരണമായ ശക്തി വേണം. സാധാരണ ഒരു നോർമലായ പവർ പോരാ, ഒരു എക്സ്ട്രാ പവർ, ഒരു എക്സ്ട്രാ അനോയിന്റിങ്, അത് നമുക്ക് കൂടിയേ തീരൂ. നമ്മുടെ കർത്താവ് വീണ്ടും പറഞ്ഞു, മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം 21-ാം വചനത്തിൽ, നമുക്ക് പെട്ടെന്ന് വചനം വായിക്കാം. എന്തെന്നാ ലോകാരംഭം മുതൽ ഇന്നേ വരെ ഉണ്ടായിട്ടില്ലാത്ത, ഇനി ഉണ്ടാകാനിടയില്ലാത്ത ഉഗ്രപീഡനം അന്ന് സംഭവിക്കും. എൻ്റെ സഹോദരങ്ങളെ, ദാനിയേൽ പ്രവചനത്തിൽ നമ്മൾ കണ്ട ആ പ്രവചനത്തെ കർത്താവ് സ്തുതീകരിക്കുകയാണ്, കർത്താവ് കൺഫേം ചെയ്യാണ്. ലോകാരംഭം മുതൽ ഇന്ന് വരെ സംഭവിക്കാത്ത, ഇനി സംഭവിക്കാൻ ഇടയില്ലാത്ത ഉഗ്രപീഡനം അവസാന നാളുകളിൽ സംഭവിക്കും. കർത്താവിനോട് വിശ്വസ്തത പുലർത്തുന്ന ആത്മാക്കൾക്ക് ഒരുപാട് സഹിക്കേണ്ടി വരും. സത്യവചനത്തെ മുറുകെ പിടിച്ച് വചനത്തിൽ ജീവിക്കുന്നവർക്ക് ഉഗ്രമായ പീഡനങ്ങൾ നേരിടേണ്ടി വരും. സത്യവിശ്വാസം കാത്തു സൂക്ഷിക്കുകയും ഈ വിശ്വാസം പ്രഘോഷിക്കുകയും ചെയ്യുന്ന അനേകരെ രക്തസാക്ഷിത്വം വരിക്കേണ്ടി വരും. ഉഗ്രമായ പീഡനങ്ങൾ ഉണ്ടാകും. രക്തസാക്ഷിത്വം എന്ന് പറയുമ്പോൾ തെറ്റിദ്ധരിക്കരുത്, നമ്മൾ തലവെട്ടിക്കൊല്ല്, വെടിവെച്ച് കൊല്ലുക, അതുമാത്രമല്ല രക്തസാക്ഷിത്വം. കണ്ണുനീരിൻ്റെ രക്തസാക്ഷിത്വം എന്ന് പറഞ്ഞാൽ ഒരുപാട് സഹനങ്ങൾ അവർക്കുണ്ടാകും. അവർക്ക് ഒത്തിരിയേറെ സഹിക്കേണ്ടി വരും. സഹിക്കുന്നതും മറ്റൊരു വിധത്തിലുള്ള രക്തസാക്ഷിത്വമാണ് സഹോദരങ്ങളെ. നമ്മുടെ കർത്താവിൻ്റെ ശ്രേഷ്ഠമായ വാക്കുകളാണ്. അപ്പോൾ ഈ ഒരു നാളുകളിൽ ഇതിനെല്ലാം അതിജീവിച്ച് കൃപയിൽ നമുക്ക് വളരണമെങ്കിൽ Acts 4:33 കണ്ടതുപോലെ അവരെല്ലാവരുടെ മേൽ കൃപാവരം സമൃദ്ധമായി ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ആദിമ സഭയിൽ ഉഗ്രപീഡനങ്ങൾ ഉണ്ടായപ്പോൾ, പ്രതിസന്ധികൾ ഉണ്ടായപ്പോൾ, പല വിധത്തിലുള്ള ഞെരുക്കങ്ങൾ, കഷ്ടതകൾ ഉണ്ടായപ്പോൾ അതിനെല്ലാം അതിജീവിച്ച് കർത്താവിനോട് വിശ്വസ്തത പുലർത്തി ജീവിക്കാൻ ആദിമ സഭയിലെ ക്രൈസ്തവർക്ക് കഴിഞ്ഞതിന് കാരണം അവരെല്ലാവരുടെ മേൽ കൃപാവരം സമൃദ്ധമായി ഉണ്ടായിരുന്നു. ജീസസ്. സഹോദരങ്ങളെ, ഈ കൃപാവര സമൃദ്ധി, അതാണ് അസാധാരണ അഭിഷേകം, ഒരു എക്സ്ട്രാ പവർ അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. ഈ ദൈവശക്തിയാണ് ഈ പ്രതിസന്ധികൾ അതിജീവിച്ച് കൃപയോടെ ജീവിക്കാൻ അവരെ പ്രാപ്തമാക്കിയത്. നമ്മളിത് മനസ്സിലാക്കണം. ഈ ഒരു അനോയിന്റിങ് നമുക്ക് വേണം. അതുപോലെ പിശാച് പ്രബലപ്പെട്ടിരിക്കുന്നൊരു കാലം. സാത്താൻ അരിശം പൂണ്ട് ദൈവജനത്തെ നശിപ്പിക്കുവാൻ വീറോടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നൊരു കാലം നമ്മൾ വചനത്തിൽ കണ്ടു. പൗലോസ്ലീഹയുടെ സാക്ഷ്യം, എഫെസസിൽ വെച്ച് ഞാൻ വന്യമൃഗങ്ങളോട് പോരാടിയത് കൊണ്ട് എനിക്കെന്ത് പ്രയോജനം? ഈ വന്യമൃഗങ്ങൾ അന്ധകാര ശക്തികളാണ്, പൈശാചിക വ്യാപാരങ്ങളാണ്. കർത്താവിൻ്റെ ശുശ്രൂഷകരെ നശിപ്പിക്കുവാൻ, കർത്താവിൻ്റെ ശുശ്രൂഷകളെ താറുമാറാക്കാൻ, കൃപയിൽ തെരഞ്ഞെടുക്കപ്പെട്ടവരെ മലിനപ്പെടുത്തുവാൻ, അവരെ ജഡപാപത്തിൽ ബന്ധിക്കുവാൻ, അവർക്ക് ആത്മനാശം വരുത്തുവാൻ വീരോടെ പ്രവർത്തിക്കുന്ന വന്യമൃഗങ്ങൾ, അത് പൈശാചിക ശക്തികളാണ്, ഇരുട്ടിന്റെ വ്യാപാരങ്ങളാണ്. അതിനെ മറികടക്കുവാൻ അന്ധകാര പോരാട്ടങ്ങളെ തച്ചുടച്ച് ആ ദുർഗമങ്ങളായ കോട്ടകളെ കർത്താവിന്റെ നാമത്തിൽ തകർത്തുകൊണ്ട് വിശുദ്ധിയോടെ ജീവിക്കാൻ, സത്യവിശ്വാസം മുറുകെ പിടിക്കാൻ
കർത്താവിന്റെ വിശ്വസ്തതയിൽ വ്യാപരിക്കുവാൻ എന്റെ സഹോദരങ്ങളെ ഒരു അസാധാരണ ശക്തി, എക്സ്ട്രോർഡിനറി അനോയിന്റിംഗ് നമുക്ക് കൂടിയേ തീരുവെന്ന് പരിശുദ്ധാത്മാവ് നിന്നെ അറിയിക്കുകയാണ്. നമ്മളെല്ലാവരെയും അറിയിക്കുകയാണ്. നമ്മളിത് മനസ്സിലാക്കും. ഞാൻ ഈ ദിവസങ്ങൾ ഈ വചനം അയച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു വചനം എൻ്റെ ആത്മാവിലേക്ക് പരിശുദ്ധാത്മാവ് പകർന്നു തന്നു. പൗലോസ്ലീഹ കൊരിന്ത്യസ്കാർക്ക് 2-ാമത്തെ ലേഖനം 10-ാം അധ്യായം 3-4 വചനങ്ങളാണ്. 3-4 വചനങ്ങൾ. ഞങ്ങൾ ജീവിക്കുന്നത് ജഡത്തിലാണെങ്കിലും ജഡീക പോരാട്ടമല്ല ഞങ്ങൾ നടത്തുന്നത്. എന്തുകൊണ്ടെന്നാൽ ഞങ്ങളുടെ സമരായുധങ്ങൾ ജഡീകമല്ല. ദുർഗമങ്ങളായ കോട്ടകൾ തകർക്കാൻ ദൈവത്തിൽ അവ ശക്തങ്ങളാണ്. ദുർഗമങ്ങളായ കോട്ടകൾ തകർക്കാൻ പൗലോസ്ലീഹിന്റെ സാക്ഷ്യം നിങ്ങൾ ശ്രദ്ധിച്ച്. ഏതാണ് ഈ ദുർഗമങ്ങളായ കോട്ടകൾ? അത് പൈശാചിക ശക്തികളാണ്. വ്യക്തി ജീവിതത്തിൽ, കുടുംബങ്ങളിൽ, തലമുറകളിൽ, ദേശങ്ങളിൽ, സഭയിൽ, രാജ്യങ്ങളിൽ, ജനപദങ്ങളിൽ പിശാച് ഉയർത്തിയിരിക്കുന്ന അവിശ്വാസത്തിന്റെ, അന്ധവിശ്വാസത്തിന്റെ, അശുദ്ധിയുടെ, വഴിവിട്ട ലൈംഗിക അരാജകത്വത്തിന്റെ, പാപമ്ലേച്ഛതയുടെ, എല്ലാവിധ ദുഷിപ്പിന്റെ, വെറുപ്പിന്റെ, വൈരാഗ്യത്തിന്റെ, പ്രതികാരത്തിന്റെ കോട്ടകളെ തകർക്കുവാൻ അസാധാരണ അഭിഷേകം, ആത്മാവിന്റെ അനോയിന്റിംഗ് പൗലോസ് പറയാ, അത് ഞങ്ങൾക്കുണ്ട്. ഈ അഭിഷേക ശക്തിയാലാണ് ഞങ്ങൾ ദുർഗമങ്ങളെ, കോട്ടകളെ തകർക്കുന്നത്. ഞങ്ങളുടെ ആയുധങ്ങൾ ജഡീകമായ ലോകപരമായ ആയുധങ്ങളല്ല, ദൈവത്തിൽ ശക്തങ്ങളായ ആയുധങ്ങൾ. ആയുധങ്ങൾ ഏതാ? പരിശുദ്ധ വചനം. ആയുധങ്ങൾ ഏതാ? ആത്മാവിന്റെ അഭിഷേകം, കർത്താവായ യേശുവിന്റെ നാമം, യേശുവിന്റെ രക്തം, യേശുവിന്റെ ശരീരം. സഹോദരങ്ങളെ, ഇതെല്ലാം ശ്രേഷ്ഠമായ ആയുധങ്ങളാണ്. ഏറ്റവും നമ്മൾ ഇന്നലെ കണ്ടു, ആയുധം കൂടാതെ ആട്ടിൻകുട്ടി എന്ന പോലെ സിംഹത്തെ ചീന്തിക്കളഞ്ഞ സംസന്റെ മേൽ പകരപ്പെട്ടിരുന്ന അഭിഷേകം, അനോയിന്റിങ്, അത് വലിയ ആയുധമാണ്, വലിയ വെപ്പണാണ്, പവർഫുള്ളായ ആയുധമാണ് പരിശുദ്ധാത്മ അഭിഷേകം എന്ന് ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുക. കർത്താവ് ഈ അഭിഷേകത്തിലാണ്, ഈ എക്സ്ട്രാ പവറിലാണ് ദൈവരാജ്യത്തിന്റെ ശുശ്രൂഷകൾ ചെയ്തത്, രോഗികളെ സുഖപ്പെടുത്തിയത്, പൈശാചിക കെട്ടുകളെ പൊട്ടിച്ചത്, അശുദ്ധാത്മാക്കളെ വിട്ടൊഴിപ്പിച്ചത്, വ്യക്തിജീവിതങ്ങൾക്ക് ആശ്വാസം കൊടുത്തത്, എല്ലാം ഈ ആത്മാവിന്റെ അധികമായ ശക്തിയിലാണ്. ലൂക്കായുടെ സുവിശേഷം 4-ാം അധ്യായം 36-ാമത്തെ വചനം സ്വരമുയർത്തി നമുക്ക് വായിക്കാം. എല്ലാവരും അത്ഭുതപ്പെട്ട് പരസ്പരം പറഞ്ഞു, എന്തൊരു വചനമാണിത്! ഇവൻ അധികാരത്തോടും ശക്തിയോടും കൂടെ അശുദ്ധാത്മാക്കളോട് കൽപ്പിക്കുകയും അവ വിട്ടു പോവുകയും ചെയ്യുന്നുവല്ലോ. ആ വചനം 2 കാര്യങ്ങൾ പറഞ്ഞു തരികയാണ്. കർത്താവിൻ്റെ പ്രബോധനങ്ങൾ കേട്ട്, പഠനങ്ങൾ കേട്ടുകൊണ്ടിരുന്നവർ പറഞ്ഞു, ഇതെന്തൊരു വചനമാണ്! കർത്താവ് വചനം പറഞ്ഞു. ഒന്ന്, അധികാരം, ആത്മാവിന്റെ അധികാരം, വചനത്തിന്റെ അധികാരം വെളിപ്പെട്ടു. നമുക്ക് ഈ അഭിഷേകം വേണം സഹോദരങ്ങളെ, ഒരു അസാധാരണമായ അഭിഷേകം. അതാണ് കർത്താവിൽ വെളിപ്പെട്ടത്. 2, ശക്തി, ഒരു എക്സ്ട്രാ പവർ. അധികാരവും ശക്തിയും ഹോളി സ്പിരിറ്റിൽ നിന്ന് വരുന്നു, ആത്മാവിൽ നിന്ന് വരുന്നു. അശുദ്ധാത്മാക്കൾ അലറി വിളിച്ചു പോയി, ഡെലിവറൻസ് ഉണ്ടായി, ഹീലിംഗ് ഉണ്ടായി, മാനസാന്തരം ഉണ്ടായി. അനേകർ കർത്താവിനെ കണ്ടുമുട്ടി. നമുക്ക് പ്രാർത്ഥിക്കാം, കർത്താവേ, ഈ ഒരു അസാധാരണമായ കൃപകൾ ഞങ്ങളിലേക്ക് ചൊരിയണമേ, ഞങ്ങളുടെ കുടുംബങ്ങളിലേക്ക് ചൊരിയണമേ, ഞങ്ങളുടെ സഭയിലേക്ക് ചൊരിയണമേ, ദേശദേശാന്തരങ്ങളിലേക്ക് വർഷിക്കണമേ, ലോകരാജ്യങ്ങളിലേക്ക് ഈ അഭിഷേക പകർച്ച തരണമേ. എല്ലാ ജനപദങ്ങളിലും ഈ അഭിഷേകം ഒഴുകപ്പെടട്ടെ, അസാധാരണ കൃപകൾ ഒഴുകട്ടെ. ജനപദങ്ങളിൽ ഈ ആത്മശക്തി വ്യാപരിക്കട്ടെ. ഹൃദയം തുറന്ന്, അതരം തുറന്ന്, ഇരുകരങ്ങൾ ഉയർത്തി കർത്താവ് പകരുന്ന ഈ അഭിഷേക കൃപയ്ക്കായി ആഗ്രഹിച്ചു വിളിക്കുന്ന യേശുവേ, ഹൃദയം തുറന്ന് വിളിച്ചു പ്രാർത്ഥിക്കുന്നു.
ആത്മാർത്ഥമായി വിളിച്ച് പ്രാർത്ഥിക്കുക. നിങ്ങളുടെ ദാഹത്തോടെ വിളിച്ച്, ഹൃദയം തുറന്ന് വിളിച്ച്, വിശ്വാസത്തോടെ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച്. ഇത് അനേകരുടെ അഭിഷേകം ഒഴുകപ്പെടുന്നു. അനേകരുടെ മുദ്ര ചെയ്യുന്നു. അസാധാരണ കൃപകളാൽ അനേകം ഭവനങ്ങൾ വിശുദ്ധീകരിക്കുന്നു. കുടുംബങ്ങളിലുള്ള വൈശാചിക കെട്ടുകൾ പൊട്ടട്ടെ. അന്ധകാര അടിസ്ഥാനങ്ങൾ തകരട്ടെ. In the name of Jesus. സ്തുതിക്കുന്നു കർത്താവേ. കരങ്ങളടിച്ച് നമ്മൾ പാടി പ്രാർത്ഥിക്കുന്നു. അന്ത്യകാലം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. Holy Spirit, Holy Spirit. ആമേൻ. അന്ത്യകാലം വചനം പോലെ ആത്മപകർച്ചയിൻ കാലം. കർത്തൻ വരവിൻ നാളിൻ മുൻപേ ലോക ഉണർവിൻ കാലം. അന്ത്യകാലം വചനം പോലെ ആത്മപകർച്ചയിൻ കാലം. എത്ര പേര് ഈ പകർച്ച ആഗ്രഹിക്കുന്നു? ഞങ്ങളിലേക്ക് പകരണം. അന്ത്യകാലം വചനം പോലെ ആത്മപകർച്ചയിൻ കാലം. കർത്തൻ വരവിൻ നാളിൻ മുൻപേ ലോക ഉണർവിൻ കാലം. Holy Spirit, Holy Spirit. നാളിൻ മുൻപേ ലോക ഉണർവിൻ കാലം. ഈ ഉണർവിന്റെ അഭിഷേകം ലോകരാജ്യങ്ങളിൽ ആഞ്ഞുവീശുവാൻ, സഭ മുഴുവന്റെ മേൽ ഈ അഭിഷേകം ഒഴുകപ്പെടുവാൻ, നമ്മുടെ കുടുംബങ്ങളിൽ, വ്യക്തി ജീവിതത്തിൽ ഈ അഭിഷേകത്തിന് മുദ്രയുണ്ടാകുവാൻ ആഗ്രഹിച്ചൊരിക്കൽ കൂടെ വിളിക്കുന്ന പരിശുദ്ധാത്മാവേ. Holy Spirit, Holy Spirit. സന്തോഷത്തിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന 10,000 അനോയിൻ ചെയ്യണമേ. കുടുംബങ്ങൾ അഭിഷേകം ചെയ്യണമേ. സഭ എംപവർ ചെയ്യണമേ. സ്തുതിക്കുന്നു നാമത്തെ സ്തുതിക്കുന്നു. Holy Spirit, Holy Spirit, Holy Spirit. ഒരു എക്സ്ട്രാ പവർ ഞങ്ങൾക്ക് തരണമേ. കാലഘട്ടത്തിന്റെ വെല്ലുവിളികളെ അതിജീവിച്ച് കൃപയോടെ ജീവിക്കാം. ഒരു എക്സ്ട്രാ അനോയിന്റിംഗ് നൽകണം. എക്സ്ട്രാ അനോയിന്റിംഗ്, അസാധാരണ അഭിഷേകം പകരുക. സഹോദരങ്ങളെ, ടെലിവിഷൻ സ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങളുടെ ഇതിനോട് ബന്ധപ്പെട്ട് നമ്മുടെ കുടുംബങ്ങളിൽ, വ്യക്തി ജീവിതത്തിൽ, നമ്മുടെ മക്കളിൽ, നമ്മുടെ തലമുറകൾക്ക് ആവശ്യമായ കൃപകൾ, അഭിഷേകം, സൗഖ്യങ്ങൾ അതാഗ്രഹിക്കുന്ന എൻ്റെ എല്ലാ സഹോദരി സഹോദരങ്ങളും നിങ്ങൾ യാതൊരു ഉപേക്ഷയും കൂടാതെ നിങ്ങളുടെ ആ പ്രാർത്ഥന ആവശ്യങ്ങൾ നിങ്ങൾ ഫോൺ ചെയ്ത് അറിയിക്കുക, ടെക്സ്റ്റ് ചെയ്യുക. ടീം ഷെക്കേനയുടെ മധ്യസ്ഥ പ്രാർത്ഥന ഗ്രൂപ്പ് ദിവ്യകാരുണ്യ സന്നിധിയിൽ ഈ നിയോഗങ്ങൾക്കെല്ലാം വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. എനിക്ക് ഉറപ്പുണ്ട് പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടി പ്രവർത്തിക്കും. അസാധാരണമായ പ്രവൃത്തികൾ നമുക്ക് വേണ്ടി ആത്മാവ് പ്രവർത്തിക്കും. നമുക്ക് ദൈവവചനത്തിലേക്ക് കടക്കാം. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 19-ാം അധ്യായം 11-ാമത്തെ വചനത്തിൽ കാണുന്നു, പൗലോസിന്റെ കരങ്ങൾ വഴി അസാധാരണമായ അത്ഭുതങ്ങൾ പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചു കൊണ്ടിരുന്നു. എൻ്റെ സഹോദരങ്ങൾ, നിങ്ങൾ ശ്രദ്ധിക്കണം. അസാധാരണമായ അഭിഷേകം വെളിപ്പെടുമ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന് അപ്പോസ്തല പ്രവർത്തനങ്ങൾ 19-ാം അധ്യായം 11 മുതൽ 20 വരെയുള്ള വചനങ്ങളിലൂടെ ആത്മാവ് നമ്മെ പഠിപ്പിക്കുകയാണ്. എല്ലാവരും പ്രാർത്ഥനാപൂർവമായിരിക്കണം. ഈ കാലഘട്ടത്തിൽ എന്തിനാണ് ഈ ഒരു എക്സ്ട്രാ അനോയിന്റിങ് നമ്മൾ പ്രാപിക്കേണ്ടത്? നമ്മുടെ കുടുംബങ്ങളിലേക്ക് ഈ അഭിഷേകം ഒഴുകേണ്ടത്. ഇതിൻ്റെ പുറകിലുള്ള ദൈവ പദ്ധതി എന്താണ്? ഈ അഭിഷേകം വെളിപ്പെടുമ്പോൾ സംഭവിക്കുന്ന കാര്യങ്ങൾ എന്താണ്? അപ്പോസ്തല പ്രവർത്തനങ്ങൾ 19-ാം അധ്യായം 12-ാമത്തെ വചനം കൂടി നമുക്കൊന്ന് വായിക്കാം.
അവന്റെ ശരീരസ്പർശനമേറ്റ തുവാലകളും അംഗവസ്ത്രങ്ങളും അവർ രോഗികളുടെ അടുത്തു കൊണ്ടുവന്നു. അപ്പോൾ രോഗം അവരെ വിട്ടുമാറുകയും അശുദ്ധാത്മാക്കൾ അവരിൽ നിന്ന് പുറത്തു വരികയും ചെയ്തിരുന്നു. പൗലോസ്ലീഹ ഉപയോഗിച്ചിരുന്ന തുവാലകള്, അംഗവസ്ത്രങ്ങള്, അതിന്മേൽ അനോയിന്റിങ് ഉണ്ടായിരുന്നു. കാരണം പൗലോസിന്റെ മേൽ ഈ എക്സ്ട്രാ പവർ, ഈ അസാധാരണ ശക്തിയും കൃപയും അധിവസിച്ചിരുന്നു. അദ്ദേഹം ഉപയോഗിച്ചിരുന്ന വസ്തുക്കളിലേക്കെല്ലാം ഈ അഭിഷേകത്തിന്റെ പകർച്ചയുണ്ടായി. ഒരു ഇമ്പാർട്ടേഷൻ, നിങ്ങൾ അത് അന്ധവിശ്വാസമല്ല, ഒരു ഇമ്പാർട്ടേഷൻ ഉണ്ട് സഹോദരങ്ങളെ. കൃപയുള്ള വ്യക്തികള് ഉപയോഗിക്കുന്ന വസ്തുക്കളിൽ, അതാണ് വിശുദ്ധാത്മാക്കളിലും നമ്മുടെ താപസ പിതാക്കന്മാരിലൊക്കെ നമ്മൾ കാണുന്നൊരു വലിയ ചൈതന്യതാണ്. അവർ ഉപയോഗിച്ച വസ്തുക്കളിലേക്കെല്ലാം ഈ അഭിഷേകത്തിന്റെ പകർച്ചയുണ്ടായി. നമ്മൾ തിരുശേഷിപ്പുകളൊക്കെ എന്ന് പറയുന്നതിൻ്റെയൊക്കെ അതിൻ്റെ പവർ അതാണ്. അതിൻ്റെ പുറകിൽ ഹോളി സ്പിരിറ്റാണ്, പരിശുദ്ധാത്മാവാണ്. അവരിലൂടെ എല്ലാം, ആ തിരുശേഷിപ്പുകളിലൂടെ എല്ലാം ഇന്നും സഭയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. അസാധാരണമായ പ്രവർത്തികൾ പരിശുദ്ധാത്മാവ് പൗലോസിന്റെ കരങ്ങൾ വഴി പ്രവർത്തിച്ചു കൊണ്ടിരുന്നു. അസാധാരണമായ പ്രവർത്തനങ്ങൾ. ഇതാരുടെ പ്രവർത്തനങ്ങളാ? പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനങ്ങളാണ്. ഇന്ന് സഭയ്ക്ക് ആവശ്യം, ഞാൻ വിശ്വസിക്കുന്നു, പരിശുദ്ധാത്മാവിന്റെ ഈ വിധത്തിലുള്ള അസാധാരണമായ പ്രവർത്തികളാണ് നമ്മുടെ കുടുംബങ്ങൾക്ക് ആവശ്യം. ഇന്ന് ലോകം മുഴുവനും ആവശ്യം ആത്മാവിന്റെ ശക്തമായ ഇതുപോലെയുള്ള അസാധാരണ പ്രവർത്തികൾ. ലൂക്കായുടെ സുവിശേഷം 1:37 കാണുന്നുണ്ട്. കാരണം ദൈവത്തിനൊന്നും അസാധ്യമല്ല. എത്ര അസാധാരണമായ പ്രവൃത്തികൾ ചെയ്യുവാൻ പരിശുദ്ധാത്മാവിന് കഴിയും. വചനം പഠിപ്പിക്കുന്നു, ദൈവത്തിനൊന്നും അസാധ്യമല്ല. ഹല്ലേലൂയ. വിശ്വസിച്ച വചനം ഉച്ചത്തിൽ ഏറ്റുപറഞ്ഞേ, ദൈവത്തിനൊന്നും അസാധ്യമല്ല. ദൈവത്തിനൊന്നും അസാധ്യമല്ല. എത്ര പേര് ഈ വചനത്തിൽ വിശ്വസിക്കുന്നുണ്ട്? അവർ ഉച്ചത്തിൽ ആമേൻ പറഞ്ഞേ. പരിശുദ്ധാത്മാവിനൊന്നും അസാധ്യമല്ല. അതുകൊണ്ട് ഈ തലമുറയിൽ അസാധാരണ പ്രവൃത്തികൾ ചെയ്യാൻ ആത്മാവിന് കഴിയും. നമ്മുടെ കുടുംബത്തിന്റെ മേൽ, നമ്മുടെ വ്യക്തി ജീവിതത്തിന്റെ മേൽ അടഞ്ഞുകിടക്കുന്ന വാതിലുകള്, കുരുങ്ങിക്കിടക്കുന്ന ജീവിതങ്ങള്, വഴിമുട്ടി നിൽക്കുന്ന കുടുംബങ്ങള്, അപ്രകാരമുള്ള ജീവിതങ്ങളിൽ, കുടുംബങ്ങളിൽ അസാധാരണ പ്രവൃത്തികൾ ചെയ്ത് തൻ്റെ കൃപയിൽ അവരെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ, അവരെ അഭിഷേകം ചെയ്യാൻ, അവരുടെ പ്രശ്നങ്ങളെ പരിഹരിക്കുവാൻ പരിശുദ്ധാത്മാവിന് കഴിയും. കാരണം ദൈവത്തിനൊന്നും അസാധ്യം. നിങ്ങളത് വിശ്വസിക്കുക സഹോദരങ്ങൾ. അഭിഷേകം വ്യാപരിക്കുമ്പോൾ അടഞ്ഞുകിടക്കുന്ന വാതിലുകൾ തുറക്കപ്പെടും, അഴിയാത്ത കെട്ടുപൊട്ടും, പ്രതിബന്ധങ്ങളെ ഭേദിച്ച് ദൈവകൃപ വ്യാപരിക്കുമ്പോൾ പർവ്വതങ്ങൾ സമതലങ്ങളായി മാറും, കഠിന ഹൃദയങ്ങൾ തുറക്കപ്പെടും, മാനസാന്തരപ്പെടും. എത്ര ശക്തമാണ് പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം. പൗലോസ് സഭയെ പഠിപ്പിക്കുന്നുണ്ട്. എഫെസസ്കാർക്ക് ഇത് ലേഖനം 3-ാം അധ്യായം 20-ാമത്തെ വചനം. എഫെസസ് 3:20. നമ്മിൽ പ്രവർത്തിക്കുന്ന ശക്തി, ഈ ശക്തി ഏതാ? ഹോളി സ്പിരിറ്റ് ആണ്. നമ്മിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന അധികമായ ശക്തി പരിശുദ്ധാത്മാവാണ്. നാം ചോദിക്കുന്നതിലും ആഗ്രഹിക്കുന്നതിലും വളരെ കൂടുതൽ നമ്മുടെ ബുദ്ധിക്ക് അതീതമായ, നമ്മുടെ ചിന്തകൾക്ക് അപ്പുറമായ വിധത്തിൽ വളരെ കൂടുതൽ നിനക്ക് വേണ്ടി പ്രവർത്തിക്കാൻ കഴിയുന്നവനാണ് പരിശുദ്ധാത്മാവ്. നിന്റെ കുടുംബത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ കഴിയുന്നവനാണ് പരിശുദ്ധാത്മാവ്. വളരെ കൂടുതൽ, പ്രിയ ദൈവത്തിന്റെ പൈതലേ, വളരെ കൂടുതൽ നിനക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ആത്മാവിന് കഴിയുമെന്ന് ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുകയാണ്. ദിസ് ഈസ് ദ വേർഡ് ഓഫ് ഗോഡ്. നീ അവിശ്വസിക്കരുത്, നീ ഹൃദയം മന്ദീഭവിച്ചിരിക്കരുത്. ഇങ്ങനെ വിഷാദിയായിട്ട് നരകിച്ച് നിന്റെ ജീവിതം നീ അവസാനിപ്പിക്കരുത്. നീ ആഗ്രഹിക്കുന്നതിനേക്കാൾ എത്രയോ കൂടുതലായി നിനക്ക് വേണ്ടി പ്രവർത്തിക്കാൻ പരിശുദ്ധാത്മാവിന് കഴിയും. ഈ അഭിഷേകം നിന്റെ മേൽ വന്നാൽ നിന്റെ ലെവല് മാറും, ആറ്റിറ്റ്യൂഡ് മാറും, ലൈഫ് സ്റ്റൈല് മാറും. നിന്റെ ജീവിതം ക്രിസ്തുവിനായി രൂപാന്തരപ്പെടും. ഒരു ട്രാൻസ്ഫോർമേഷൻ, ഒരു ന്യൂ ക്രിയേഷൻ എക്സ്പീരിയൻസ്. യെസ്, ഐ എം എ ന്യൂ ക്രിയേഷൻ.
ജീസസ് ക്രൈസ്റ്റ് എന്ന് പറയുന്ന ആ വചനം നിന്നിൽ ആക്ഷരികമായി നിറവേറും. ആമേൻ. നമുക്കിന്ന് വേണ്ടത് ഒരു ന്യൂ ക്രിയേഷൻ എക്സ്പീരിയൻസ് ആണ്, ഒരു പുതിയ സൃഷ്ടിയുടെ അനുഭവമാണ് സഹോദരങ്ങൾ. തൊലിപ്പുറത്ത് ഇങ്ങനെ ഗിമ്മിക്സുകൾ കാണിച്ച് വൈകാരികതയല്ല പരിശുദ്ധാത്മ അനുഭവം. അഭിഷേകം എന്ന് പറയുന്നത് അതൊരു ന്യൂ ക്രിയേഷൻ എക്സ്പീരിയൻസ് ആണ്. അതാണ് ആത്മാവിൻ്റെ അഭിഷേകം. ഈ സത്യം നമ്മൾ മനസ്സിലാക്കണം. അസാധാരണമായ അഭിഷേകം വ്യാപരിക്കുമ്പോൾ ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ, കുടുംബങ്ങളിൽ, സഭയിൽ സംഭവിക്കുക. ഇതിനുവേണ്ടി കരഞ്ഞു പ്രാർത്ഥിക്കണം. നമ്മൾ ഈ ദിനങ്ങളിൽ കരയണം. നമ്മൾ കരയേണ്ടത് വെറും ഭൗതികമായി നന്മകൾ കിട്ടാനോ താൽക്കാലികമായി നമ്മുടെ ശരീരത്തിൻ്റെ രോഗസൗഖ്യത്തിന് വേണ്ടി മാത്രമല്ല സഹോദരങ്ങളെ. അത് കരയേണ്ടെന്നല്ല പറയുന്നത്. നമ്മൾ കരയേണ്ടത് ഈ അസാധാരണമായ ശക്തിക്ക് വേണ്ടിയാണ്. പരിശുദ്ധാത്മാവിൽ നിറയാൻ, പരിശുദ്ധാത്മാവിനെ അനുഭവിക്കാൻ, അസാധാരണമായ ദൈവശക്തിയാൽ നീ മുദ്രിതയാകുവാൻ ചങ്കുപൊട്ടി നിലവിളിക്കണം. മുട്ടുകുത്തി കൈവിരിച്ച് പൊട്ടിക്കരയണം ഞാനും നീയും. കർത്താവേ, ഈ അഭിഷേകം എനിക്ക് തരണമേ, ഈ കൃപ എനിക്ക് നൽകണമേ. എത്ര പേർക്ക് കരയാൻ പറ്റും? അവരെ കർത്താവ് നിറയ്ക്കും. വിശ്വസിച്ച് രാമേൻ പറഞ്ഞേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അസാധാരണമായ പ്രവൃത്തികൾ വെളിപ്പെടുന്നു. അസാധ്യതകൾ സാധ്യതകളായി മാറുന്നു. അതാണ് ഈ അനോയിന്റിങ് വെളിപ്പെടുമ്പോൾ അസാധ്യതകൾ സാധ്യതകളായി മാറുന്നു. അതാ വചനത്തിൽ കണ്ടത്. രണ്ടാമതൊരു കാര്യം എന്താണെന്നറിയോ? വ്യാജ പ്രവാചകരെ തകർക്കപ്പെടും. നമ്മൾ വളരെ ശ്രദ്ധിക്കണം. ഇന്ന് ഈ കാലഘട്ടത്തിൽ ഒരുപാട് വ്യാജ പ്രവാചകരുണ്ട് സഹോദരങ്ങളെ. കർത്താവിൻ്റെ സത്യവചനത്തിനും പരിശുദ്ധ സഭയുടെ സത്യപ്രബോധനങ്ങൾക്ക് വിരുദ്ധമായ പ്രബോധനങ്ങളും പഠിപ്പിക്കലുകളുമായി കർത്താവിൻ്റെ യഥാർത്ഥ വഴിയിൽ നിന്ന്, സത്യവചനത്തിൽ നിന്ന് ജനത്തെ വ്യതിചലിപ്പിച്ച് കളയുന്ന പലവിധത്തിലുള്ള വ്യാജ പ്രവാചകന്മാരെ ഈ കാലഘട്ടത്തിലുണ്ട്. ഒരുപാട് ചില കള്ളനാണയങ്ങളുണ്ട് സഹോദരങ്ങളെ. നമ്മൾ അതീവ ജാഗ്രതയുള്ളവരാകണം. എല്ലാ ഉപദേശങ്ങളെ പുറകെ നമ്മൾ ഓടരുത്. എല്ലാ ഉപദേശങ്ങളും കണ്ണടച്ച് സ്വീകരിക്കരുത്. യൂട്യൂബ് തുറക്കുമ്പോൾ നമ്മൾ കാണുന്ന എല്ലാ പഠനങ്ങളും വചനമല്ലേ പറയുന്നത്, എല്ലാം വചനമല്ലേ പറയുന്നതെന്നും പറഞ്ഞ് കണ്ണടച്ച് ആ വചനങ്ങൾ മുഴുവൻ സ്വീകരിക്കരുത്. സത്യവിശ്വാസത്തോടും സത്യപ്രബോധനങ്ങളോടും ചേർന്ന് പോകുന്ന പഠനങ്ങളെ, പ്രബോധനങ്ങളെ സ്വീകരിക്കുവാനുള്ള ദൈവിക ജ്ഞാനം നിനക്കുണ്ടാകണം. ഹല്ലേലൂയ. ആത്മാവ് നമ്മോട് പറയുന്ന കാര്യം. ഒത്തിരി പേര് വഴിതെറ്റിക്കപ്പെട്ട് എന്തൊക്കെ അപകടങ്ങളിൽ ചെന്ന് വീഴുന്നത്. ഓരോ ദേശങ്ങളിൽ ചെല്ലുമ്പോൾ ചിലർ വേദനയോടെ പറയുന്ന അനുഭവങ്ങൾ ഞാനത് പൊതുവായി പറയുന്നില്ല സഹോദരങ്ങളെ. ഇങ്ങനെയുള്ള കപടോപദേശങ്ങൾ, കപടാത്മാക്കളുടെ കെണികളിൽപ്പെട്ട് ജീവിതം തകർന്നുപോയ ഒത്തിരിയേറെ മനുഷ്യരുണ്ട്, കുടുംബങ്ങൾ വരെയുണ്ട്. ശ്രദ്ധിക്കണം. നമ്മൾ ദൈവത്തിൻ്റെ വചനം പറയാ. പൗലോസിന്റെ കരങ്ങളിലൂടെ അസാധാരണമായ അഭിഷേകം പരിശുദ്ധാത്മ വെളിപ്പെടുത്തിയപ്പോൾ സ്കേവയുടെ 7 പുത്രന്മാര് അവർ വ്യാജപ്രവാചകര്, കള്ളപ്രവാചകര്, അവിടെ സകല കള്ളത്തരങ്ങളും പൊളിഞ്ഞു. അവരുടെ നുണകള്, അവരുടെ ചതികള്, അവരുടെ വ്യാജ വേഷങ്ങളെ പരിശുദ്ധാത്മാവ് വെളിച്ചത്ത് കൊണ്ടുവന്നു, എക്സ്പോസ് ചെയ്തു. അത് പുറത്തേക്ക് കൊണ്ടുവരികയാണ്. അനോയിന്റിങ്ങിന് ആ പവറുണ്ട് സഹോദരങ്ങളെ. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 19-ാം അധ്യായം 13 മുതൽ 16 വരെയുള്ള വചനങ്ങൾ ആ സ്ക്രീനിലോട്ട് നോക്കിയുണ്ട്. ഇത് നിങ്ങൾ പിന്നീട് വായിക്കണം. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 19-ാം അധ്യായം 13 മുതൽ 16 വരെയുള്ള വചനങ്ങൾ ശരിക്കും അങ്ങ് വായിച്ച് ധ്യാനിക്കണം. അതിൽ ഈ സമയം നമ്മൾ 15ഉം 16ഉം വചനങ്ങൾ വായിച്ച് ധ്യാനിക്കാൻ പോവാണ്. സ്ക്രീനിലോട്ട് നോക്കിയാൽ ഒരു ഉച്ചസ്വരത്തിൽ വായിച്ച്. എന്നാൽ അശുദ്ധാത്മാവ് അവരോട്, ഈ കള്ളപ്രവാചകരോടാണ്, ഈ അവരെന്ന് പറയുന്നത് വ്യാജപ്രവാചകരാ, ഇപ്രകാരം മറുപടി പറഞ്ഞു: യേശുവിനെ എനിക്കറിയാം, പൗലോസിനെയും അറിയാം, എന്നാൽ നിങ്ങളാരാണ്? പൗലോസിനെ എനിക്കറിയാം, യേശുവിനെയും എനിക്കറിയാം, നിങ്ങളാരാണ്? ഇത് പറഞ്ഞിട്ട് ഈ അശുദ്ധാത്മാവ് ഈ പിശാചു ബാധിതൻ എന്താ ചെയ്തതെന്ന് പറഞ്ഞ 16-ാമത്തെ വാക്യം വായിച്ച്,
അശുദ്ധാത്മാവ് ആവസിച്ചിരുന്ന മനുഷ്യൻ അവരുടെ മേൽ ചാടി വീണ് അവർ ആക്രമിച്ച് കീഴ്പ്പെടുത്തി. അവർ മുറിവേറ്റ് നഗ്നരായി ആ വീട്ടിൽ നിന്ന് ഓടിപ്പോയി. കണ്ടോ, വ്യാജ പ്രവാചകന്മാരുടെ സകല കള്ളത്തരങ്ങളെയും പരിശുദ്ധാത്മ പൊളിച്ചു കൊടുത്തു. കണ്ടോ, അവരുടെ കപടത, അവരുടെ വ്യാജം, അവർക്ക് ഒരു ആത്മീയ കൃപയില്ലാത്തവരാ. പണത്തിനു വേണ്ടി, അംഗീകാരത്തിന് വേണ്ടി, മറ്റു പല ജഡമോഹങ്ങൾക്ക് വേണ്ടിയാണ് അവർ യേശുനാമം ഉപയോഗിച്ചത്. പിശാചിനത് മനസ്സിലായി. സാധാരണ പിശാച് ചോദിച്ചു, ഈശോയെ എനിക്കറിയാം. പൗലോസ് നിങ്ങൾ ആരാന്ന് പറഞ്ഞ് മുറിപ്പെടുത്തി ഉടുതുണിയെല്ലാം പറിച്ചെടുത്ത് നഗ്നരായി അവരെ ഉപദ്രവിച്ച് പൊതുസമൂഹത്തിൽ അവഹേളിതരായി. ഇതൊരു വേർതിരിവിന്റെ സമയമാണ് പ്രിയപ്പെട്ടവരെ. നെല്ലും പതിരും ഒന്നിച്ചു വളരുവാൻ ഇനി കർത്താവ് അനുവദിക്കില്ല. കളയും വിളയും ഒന്നിച്ചു പ്രവർത്തിക്കാൻ കർത്താവ് ഇനി അനുവദിക്കില്ല. കൊയ്ത്തു വരെയാണ് രണ്ടും ഒന്നിച്ചു വളരാൻ കർത്താവ് അനുവദിച്ചത്. വെളിപാട് പുസ്തകം 14:15 പറയുന്നുണ്ട്, ഇത് കൊയ്ത്തിന്റെ കാലമാണ്. ഇനി നെല്ലും പതിരും, പതിരുകളും നെല്ലുകളും ഒരുമിച്ച് വളരുകയില്ല. കർത്താവ് പതിരുകളെ മാറ്റും. അതുകൊണ്ടാണ് ഇന്ന് പലപ്പോഴും പല കേസുകൾ പുറത്തു വരുന്നതിന് കാരണം കർത്താവ് വേർതിരിക്കുക. കർത്താവ് വേർതിരിവിന്റെ സമയ സഹോദരങ്ങളെ, പല കള്ള നാണയങ്ങൾ, പല അസ്വസ്ഥതകൾ, പല വിധത്തിലുള്ള തിന്മകൾ, ഇതെല്ലാം പുറത്തു വരും. നമ്മൾ അസ്വസ്ഥപ്പെടേണ്ട. നമ്മൾ നിശബ്ദമായി പ്രാർത്ഥിക്കുക, പരിഹാരം ചെയ്ത് പ്രാർത്ഥിക്കുക, പ്രാശ്ചിത്തം ചെയ്ത് പ്രാർത്ഥിക്കുക. ഈ തലമുറയ്ക്ക് വേണ്ടി, പ്രത്യേകിച്ച് തെരഞ്ഞെടുക്കപ്പെട്ട ആത്മാക്കൾക്ക് വേണ്ടി കർത്താവിന്റെ സന്നിധിയിൽ നിലവിളിച്ച് പ്രാർത്ഥിക്കുക. കരുണയ്ക്ക് വേണ്ടി നിലവിളിക്കുക, കൃപയ്ക്ക് വേണ്ടി യാചിക്കുക. നമ്മൾ ഇതൊന്നും കൊണ്ട് അസ്വസ്ഥരാകേണ്ട. നമ്മൾ വിശ്വസ്തയോടെ നിൽക്കുക. നമ്മൾ കള്ളത്തരം കാണിക്കരുത്. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, കള്ളന്മാരെയും കൂലിക്കാരെയും ഒരിക്കലും കർത്താവ് തൻ്റെ ശുശ്രൂഷയിൽ കൂടുതൽ വളർത്തിക്കൊണ്ടുവരികയില്ല. നമ്മൾ വിശ്വസ്തരാകണം. അവസാന ശ്വാസം വരെ വിശ്വസ്തതയിൽ വ്യാപരിക്കണം. മനസ്സിലാകുന്നവർ ഉച്ചത്തിൽ ഒരു ആമേൻ പറഞ്ഞേ. അതുകൊണ്ട് വ്യാജപ്രവാ നമ്മൾ മനസ്സിലാക്കണം. പണത്തിനു വേണ്ടി, മറ്റു പല മോഹങ്ങൾക്ക് വേണ്ടി, ജഡീകതകൾക്ക് വേണ്ടി, ലോകത്തിൻ്റെ സുഖലോലുപതയ്ക്ക് വേണ്ടി ദൈവവചനത്തിൽ മായം ചേർത്ത്, വചനത്തിൽ വെള്ളം ചേർത്ത്, സത്യവിശ്വാസത്തെ ഡൈലൂട്ട് ചെയ്ത് പ്രഘോഷിക്കുന്ന, പ്രസംഗിക്കുന്ന, പ്രവർത്തിക്കുന്ന പലരുണ്ട്. നമ്മുടെ കർത്താവ് പറഞ്ഞു, വിശുദ്ധ സുവിശേഷം 24-ാം അധ്യായം 24-ാം വചനത്തിൽ എന്താ ഈശോ പഠിപ്പിച്ചത്? കാരണം കള്ളക്രിസ്തുമാരും വ്യാജ പ്രവാചകന്മാരും പ്രത്യക്ഷപ്പെടുകയും സാധ്യമെങ്കിൽ തെരഞ്ഞെടുക്കപ്പെട്ടവരെ പോലും വഴിതെറ്റിക്കത്തക്ക വിധം വലിയ അടയാളങ്ങളും അത്ഭുതങ്ങളും കാണിക്കുകയും ചെയ്യും. എത്ര കൃത്യമായിട്ട് നമ്മുടെ കർത്താവ് പഠിപ്പിച്ചിരിക്കുന്നത്. വലിയ അടയാളങ്ങളും അത്ഭുതങ്ങളും കാണിക്കും. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, എല്ലാ അത്ഭുതത്തിനെയും പുറകെ ഓടരുത്. എല്ലാ അത്ഭുതത്തിനെയും പുറകെ ഓടരുത്. എല്ലാ അത്ഭുതങ്ങളും പരിശുദ്ധാത്മാവിൽ നിന്നല്ല വരുന്നത്. ഇത് ക്രിസ്തുവിൻ്റെ പ്രവർത്തനങ്ങൾ ഈ കാലഘട്ടത്തിൽ വളരെ ശക്തമാണ്. ആന്റി ക്രൈസ്റ്റിൻ്റെ പ്രവർത്തനങ്ങൾ, ആ സ്പിരിറ്റിൻ്റെ പ്രവർത്തനങ്ങൾ നിങ്ങൾ മനസ്സിലാക്കണം. ഒരു അത്ഭുതം കാണുമ്പോൾ ഉടനെ അങ്ങോട്ട് ഓടി. അല്ല സഹോദരങ്ങളെ, എല്ലാ അത്ഭുതങ്ങളും കർത്താവിൻ്റെ അത്ഭുതങ്ങളല്ല. പല അത്ഭുതങ്ങളും ഞാൻ പറഞ്ഞു പല പല ഗിമ്മിക്സുകളാണ്, വെറുതെ ഒരു ഇമോഷണൽ വൈകാരികതയാണ്. എന്നാൽ കർത്താവ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നവന്, ജനുവിനായ അത്ഭുതങ്ങൾ ഇന്നും പരിശുദ്ധാത്മാവ് തൻ്റെ സഭയിൽ പ്രവർത്തിക്കുന്നുണ്ട്. കാരണം പരിശുദ്ധാത്മാവ് അത്ഭുതത്തിൻ്റെ ആത്മാവാണ്. കർത്താവായ യേശു അത്ഭുതത്തിൻ്റെ ദൈവമാണ്. അത്ഭുതങ്ങളുണ്ട്, അത്ഭുതങ്ങൾ നിന്ന് പോയിട്ടില്ല. അത്ഭുതങ്ങളെ അവിശ്വസിക്കരുത്, നിസ്സാരമായി കാണരുത്. എന്നാൽ എല്ലാ അത്ഭുതങ്ങളും കർത്താവിൽ നിന്നല്ല വരുന്നത്. വിവേചിച്ചറിയണം സഹോദരങ്ങളെ. നമ്മളിങ്ങനെ കാണുമ്പോൾ ഞാൻ അതിനെക്കുറിച്ച് അധികം പറയുന്നു. അത്ഭുതത്തിന് പുറകെ ഓടി നമ്മൾ നശിക്കരുത്. നമ്മൾ കർത്താവിൻ്റെ പുറകെ പോകണം. നമ്മൾ വചനത്തിൽ ജീവിക്കണം. വചനം ജീവിക്കണം. അപ്പോൾ നിനക്ക് ജ്ഞാനം കിട്ടും. പരിശുദ്ധാത്മാവ് നിന്നെ നയിക്കും. ആത്മാവ് നിന്നെ നിയന്ത്രിക്കാൻ തുടങ്ങും. ഈ ഒരു കൃപയിലേക്ക് ദൈവമക്കളായി നമ്മൾ ഉയരണം. ഇല്ലെങ്കിൽ നമ്മൾ വഴിതെറ്റിക്കപ്പെടാൻ ഒരുപാട് സാധ്യതകളുണ്ട്. ഈ അവസാന നാളുകളിൽ ഒരുപാട്
പൈശാചികമായ പ്രബോധനങ്ങൾ, ഫോൾസ് ഡോക്ട്രീൻസ്, സത്യവിശ്വാസത്തിന് സത്യപ്രബോധനത്തിന് വിരുദ്ധമായ ഒരുപാട് പ്രബോധനങ്ങൾ ഉണ്ട് സഹോദരങ്ങളെ. പൗലോസ് തിമോത്തിക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം 4-ാം അധ്യായം 1-ാം വചനത്തിൽ കൃത്യമായി പറയുന്നു, വരും കാലങ്ങളിൽ ചിലർ കപടാത്മാക്കളിലും പിശാചിന്റെ പ്രബോധനങ്ങളിലും ശ്രദ്ധയർപ്പിച്ചുകൊണ്ട് വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിക്കുമെന്ന് ആത്മാവ് വ്യക്തമായി പറയുന്നു. ആത്മാവ് വ്യക്തമായി പറയുന്നു. പൈശാചിക പ്രബോധനങ്ങള്, കപടാത്മാക്കള്. അതുകൊണ്ട് യോഹന്നാൻ ശ്ലീഹ പറഞ്ഞത്, നിങ്ങൾ എല്ലാ ആത്മാക്കളെയും വിശ്വസിക്കരുത്. വചനല്ല പറയുന്നത്, യേശുനാമല്ല പറയുന്നത്, പ്രാർത്ഥിക്കല്ലേ ചെയ്യുന്നത് എന്നും പറഞ്ഞ് എല്ലാവരുടെയും പുറകെ ഓടരുത്, എല്ലാവരുടെയും പുറകെ ഓടരുത്. ചില കപടാത്മാക്കളുണ്ട്, അവർ ഈശോനാമൊക്കെ പറയും, വചനം പറയും, പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യും. പക്ഷേ അത് യഥാർത്ഥ ആത്മാവാണോ എന്ന് തിരിച്ചറിയാനുള്ള ജ്ഞാനം നിനക്കുണ്ടാകണം. അതാ പൗലോസ് ശ്ലീഹ പറയുന്നത്. കപടാത്മാക്കളിലും പിശാചിന്റെ പ്രബോധനങ്ങളിലും ശ്രദ്ധയർപ്പിച്ചുകൊണ്ട് അതിലേക്ക് ആകർഷിക്കപ്പെടുകയാണ്. ഫോൾസ് ഡോക്ട്രീൻസ്. എന്താ അതിന്റെ പ്രത്യേകത? സത്യവചനത്തിൽ നിന്ന് ആത്മരക്ഷയ്ക്കും ആത്മാക്കളുടെ രക്ഷയ്ക്കും വിരുദ്ധമായ ചില പഠനങ്ങൾ, വെറും ഭൗതികത മാത്രം പറയാം, വെറും ഭൗതികത പ്രഘോഷിക്കുക. നിത്യജീവനെക്കുറിച്ചോ ആത്മരക്ഷയെക്കുറിച്ചോ ആത്മാക്കളുടെ രക്ഷയെക്കുറിച്ചോ ഗൗരവമായി കാണാതെ ഈ ലോകത്തിൽ നമുക്ക് വേണ്ട കാര്യങ്ങൾ മാത്രം പ്രസംഗിച്ചു പോവുക. അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കുന്നത് കർത്താവിൻ്റെ സുവിശേഷമാണോ എന്ന് നമ്മൾ പരിശോധിക്കണം. കർത്താവിൻ്റെ സുവിശേഷത്തിൻ്റെ ലക്ഷ്യം ആത്മരക്ഷയും ആത്മാക്കളുടെ രക്ഷയുമാണെന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകരുത്. ഈശോ ലോകത്തിലേക്ക് വന്നത് നമുക്ക് രക്ഷ തരാനാണ്. നമ്മുടെ സുവിശേഷ പ്രഘോഷണങ്ങൾ ഈ രക്ഷയെ കേന്ദ്രീകരിച്ചുകൊണ്ടായിരിക്കണം. വിശ്വസിച്ച് ആമേൻ പറഞ്ഞേ, സത്യയോടെ പറഞ്ഞേ ആമേൻ. ഇരുകരങ്ങൾ ഇതിന് 3 പ്രാവശ്യം സ്നേഹത്തോടെ വിളിച്ച് യേശുവേ എന്ന് വിളിച്ചേ. ഈശോ ഈശോ ഈശോയെ ഈശോയെ ഈശോ എല്ലാവരുടെ മേൽ അഭിഷേകം ഒഴുകട്ടെ, ദൈവശക്തി വ്യാപരിക്കട്ടെ. ഓ സ്തുതിക്കുന്നു 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 കർത്താവേ, സ്തുതിക്കുന്നു സ്തുതിക്കുന്നു സ്തുതിക്കുന്നു. പൗലോസിന്റെ കരങ്ങൾ വഴി അസാധാരണമായ അഭിഷേകം വെളിപ്പെട്ടപ്പോൾ സംഭവിച്ച 3-ാമത്തെ റിസൾട്ട് കർത്താവിന്റെ വചനം പഠിപ്പിക്കുന്നു. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 19-ാം അധ്യായം 17-ാമത്തെ വചനം. ആ വചനത്തിന്റെ ഫസ്റ്റ് പാർട്ട് നിങ്ങൾ ശ്രദ്ധിച്ചേ. എഫെസോസിൽ വസിച്ചിരുന്ന യഹൂദരും ഗ്രീക്കുകാരുമായ എല്ലാവരും ഈ വിവരമറിഞ്ഞ് ഭയപ്പെട്ടു. എല്ലാവരും ദൈവഭയമുണ്ടായി. അഭിഷേകം വെളിപ്പെടുമ്പോൾ ദൈവഭയം വർദ്ധിക്കുന്നു. ദൈവഭയം. അവർ ഭയപ്പെട്ടു എന്ന് പറയുന്നത് വെറും മാനുഷികമായ ഭയമല്ല, പട്ടിയെ കാണുമ്പോൾ നമുക്കുണ്ടാകുന്ന ആ ഒരു ഭയമല്ല ഇവിടെ വചനം പറയുന്ന ഭയം. പാമ്പിനെ കാണുമ്പോഴുള്ള ആ സ്വാഭാവിക ഭയമല്ല. ഇടിമിന്നൽ കാണുമ്പോൾ നമ്മുടെ ഉള്ളിൽ പെട്ടെന്നൊരു ഭയം വരുന്നു. ആ ഭയമാണോ ഇത്? അല്ല, ഇത് ദൈവഭയമാണ്. അത് പരിശുദ്ധാത്മാവിൻ്റെ ശ്രേഷ്ഠമായ കൃപാദാനമാണ്. ദൈവഭയം. ദൈവഭയം ഈ തലമുറയുടെ ഏറ്റവും വലിയ തകർച്ച എന്ന് പറയുന്നത് ദൈവഭയം നഷ്ടപ്പെട്ടു പോകുന്നു എന്നുള്ളത്. ഹോസിയ പ്രവാചകൻ വേദനയോടെ നിലവിളിക്കുന്നുണ്ട് ദൈവസന്നിധിയിൽ. ഹൃദയ തകർച്ചയോടെ പ്രവാചകൻ വിളിച്ചു പറയുക. ഹോസിയ പ്രവചനം 4-ാം അധ്യായം 1-ാം വചനത്തിൽ പരിശുദ്ധ വചനം പറയുന്നു, ഇസ്രായേൽ ജനമേ, കർത്താവിൻ്റെ വാക്കു കേൾക്കുക. ദേശവാസികൾക്കെതിരെ അവിടത്തേക്കൊരു ആരോപണമുണ്ട്. ഇവിടെ വിശ്വസ്തതയോ സ്നേഹമോ ഇല്ല. ദൈവവിചാരം ദേശത്ത് അറ്റുപോയിരിക്കുന്നു. വേദനയോടെ പ്രവാചകൻ നിലവിളിക്കുക. ദൈവവിചാരം മനുഷ്യ മനസ്സുകളിൽ അറ്റുപോയി. അനേകർ ജഡീകരാകുന്നു, ലൗകികരാകുന്നു. ദൈവഭയം നഷ്ടപ്പെട്ട് ബോധിച്ചതുപോലെ ജീവിക്കുന്നു. എത്ര ഷാർപ്പാണ് കർത്താവിൻ്റെ വചനം. ഓ, ദൈവവചനത്തിൻ്റെ പവർ നമ്മൾ മനസ്സിലാക്കണം സഹോദരങ്ങളെ. ദൈവവിചാരം നഷ്ടപ്പെട്ടു, ദൈവഭയം നഷ്ടപ്പെട്ടു. എന്നാൽ ഹോളി സ്പിരിറ്റ് മൂവ് ചെയ്തപ്പോൾ കണ്ടു, വിശുദ്ധ പൗലോസിന്റെ കരങ്ങളിലൂടെ ഒരു എക്സ്ട്രാ അസാധാരണമായ അഭിഷേകം വെളിപ്പെട്ടപ്പോൾ
ജനത്തിൽ ദൈവഭയം ഉണ്ടായി. എന്തിനാണ് ഈ അനോയിന്റിങ്? ഈ തലമുറയെ ദൈവഭയത്തിൽ വളർത്താൻ, ആമേൻ ആമേൻ. നമ്മുടെ കുടുംബങ്ങളെ ദൈവഭയത്തിൽ കാത്തു സൂക്ഷിക്കാൻ, നമ്മുടെ മക്കൾ ദൈവഭയമുള്ളവരാകാൻ മാതാപിതാക്കൾ ഈ അഭിഷേകം പ്രാപിക്കണം. ജീവിത പങ്കാളി ഈ അഭിഷേകം പ്രാപിക്കണം. സഹോദരി സഹോദരന്മാർ ഈ അഭിഷേകം പ്രാപിക്കണം. കർത്താവിന്റെ ജനത്തെ ദൈവഭയത്തോടെ നയിക്കുവാൻ വന്യവൈദികർ ഈ അഭിഷേകം പ്രാപിക്കണം. ഹല്ലേലൂയ. സമർപ്പിതാത്മാക്കൾ ഈ അഭിഷേകത്തിലേക്ക് ഉയർത്തപ്പെടണം. അതിനുവേണ്ടി വില കൊടുക്കണം, ത്യാഗമെടുക്കണം, ദൈവസന്നിധിയിൽ മുട്ടുകുത്തി കരങ്ങൾ വിരിച്ച് നിലവിളിക്കണം. കർത്താവേ, ഈ എക്സ്ട്രാ അനോയിന്റിങ്, ഈ അസാധാരണ അഭിഷേകം ഞങ്ങൾക്ക് തരണം. ആത്മാവിന്റെ അഭിഷേകം തരണമേ, ആത്മാവിന്റെ അഭിഷേകം തരണമേ. ഹോളി സ്പിരിറ്റിന് മാത്രമാണ് നമ്മുടെ ജീവിതങ്ങളെ രൂപാന്തരപ്പെടുത്താൻ പറ്റുകയുള്ളൂ. ഒരു ന്യൂ ക്രിയേഷൻ എക്സ്പീരിയൻസ് നമുക്ക് തരുവാൻ ഉപദേശങ്ങൾക്കോ തമാശകൾക്കോ കഥകൾക്കോ സൈക്കോളജിക്കോ ഒന്നും പറ്റില്ല. അത് സാധിക്കുന്നത് പരിശുദ്ധാത്മാവിനാണ്. ആമേൻ. ഹോളി സ്പിരിറ്റ് പ്രവർത്തിക്കുമ്പോൾ ഒരു ജീവിതം ക്രിസ്തുവിനായി രൂപാന്തരപ്പെടും. ഒരു എൻകൗണ്ടർ എക്സ്പീരിയൻസ് ഉണ്ടാകും. ഹല്ലേലൂയ. ജനം കർത്താവിനെ കണ്ടുമുട്ടും. പാപബോധം ഉണ്ടാവും, അനുതാപം ഉണ്ടാവും. നമ്മുടെ കഴിവ് കൊണ്ടോ വാചകസരത്ത് കൊണ്ടോ ഒന്നും ഇത് നടക്കില്ല. അപ്പോൾ ഒരു ഇമോഷണൽ ഫീലിംഗ് ഉണ്ടാവും, ഒരു വൈകാരികത. അതല്ല അഭിഷേകം. ഹോളി സ്പിരിറ്റിന്റെ അനോയിന്റിങ് എന്ന് പറയുന്നത് അതൊരു ന്യൂ ക്രിയേഷൻ എക്സ്പീരിയൻസ് ആണ്. അതൊരു എൻകൗണ്ടർ എക്സ്പീരിയൻസ് ആണ്. നമുക്കിത് വേണ്ടത് ഈ ജെനുവിനായിട്ടുള്ള ഈ ഒരു കൃപയാണ് സഹോദരങ്ങൾ. ഇതിനു വേണ്ടി നിലവിളിക്കണം. നമ്മൾ ജനത്തിന് ഭയം ഉണ്ടായി, പാപം വിട്ടുപേക്ഷിച്ചു, അശുദ്ധി വിട്ടുപേക്ഷിച്ചു, തിന്മ വിട്ടുപേക്ഷിച്ചു. ജനം കർത്താവിന്റെ രക്ഷയിലേക്ക് വരികയാണ്. അടുത്ത കാര്യം എന്താ അവിടെ സംഭവിച്ചതെന്ന് പറഞ്ഞു? 19-ാം അധ്യായം 17-ാമത്തെ വചനത്തിന്റെ സെക്കൻഡ് പാർട്ട് നിങ്ങൾ ശ്രദ്ധിച്ചേ. അവിടെ എന്താ പറയുന്നത്? കർത്താവായ യേശുവിന്റെ നാമം കൂടുതൽ പ്രകീർത്തിക്കപ്പെടുകയും ചെയ്തു. കണ്ടോ, കർത്താവിന്റെ നാമം ഉയർത്തപ്പെട്ടു. പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം ജനം കണ്ടു കഴിഞ്ഞപ്പോൾ, പൗലോസ്ലീഹായുടെ കരങ്ങൾ വഴി അസാധാരണമായ ദൈവപ്രവൃത്തികൾ വെളിപ്പെട്ടപ്പോൾ കർത്താവിന്റെ നാമം ഉയർത്തപ്പെട്ടു. ജനം ചങ്കുപൊട്ടി വിളി, യേശുവേ. അതാണ് ജനം കർത്താവിനെ വിളിക്കാൻ തുടങ്ങി. ജനത്തിന് മനസ്സിലായി, ഇവിടെ ദൈവകരമുണ്ട്, ഇവിടെ പ്രസൻസ് ഓഫ് ഗോഡ്, ഇവിടെ ദൈവത്തിന്റെ സാന്നിധ്യമുണ്ട്, ഇവിടെ കർത്താവ് പ്രവർത്തിക്കുന്നുണ്ട്. അവർ തന്നെ വിളിച്ചു, യേശുവേ. ആരും വിളിക്കാൻ പറഞ്ഞിട്ടല്ല, സ്വയം വിളിക്കുകയാണോ, ഹൃദയം തുറന്ന് വിളിക്കുകയാണ്. ജീസസ്, ജീസസ്, ജീസസ്. കർത്താവിന്റെ നാമം പ്രകീർത്തിച്ചു, കർത്താവിന്റെ നാമം മഹത്വപ്പെട്ടു. ഇന്ന് നമ്മുടെ കർത്താവിനെ അധിക്ഷേപിക്കുകയാണല്ലോ. ഈ ദിവസത്തിൽ എനിക്ക് ആ അന്ത്യത്താഴത്തെ വളരെ മ്ലേച്ഛമായി ചിത്രീകരിച്ച ആ പോസ്റ്റർ ഞാൻ കണ്ടു. ഇന്നലെയായിട്ട് അത് ഉണ്ടായത്. ഷെക്കേന ന്യൂസ് അതിനെക്കുറിച്ച് സ്റ്റോറി തയ്യാറാക്കിയിട്ടുണ്ട്. വളരെ പരസ്യമായി നമ്മുടെ കർത്താവിനെ അപമാനിക്കുക, ക്രൈസ്തവ വിശ്വാസത്തെ പൊതുസമൂഹത്തിൽ അവഹേളിക്കുന്ന വിധത്തിൽ ഒരു സ്ത്രീയുടെ നഗ്നമായിട്ടുള്ള, കർത്താവ് ഇരിക്കുന്ന പൊസിഷനിൽ ഒരു സ്ത്രീയുടെ നഗ്നമായിട്ടുള്ള പോസ്റ്റ് ഒട്ടിച്ചു വെച്ചിരിക്കുകയാണ്. കർത്താവിനോട് കാണിക്കുന്ന നിന്ന അപമാനം. ഈ ഒരു സമയത്ത്, ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ എന്ത് ചെയ്യണം? കർത്താവിനെ ഉയർത്തുന്നവരാണ്. ലോകം കർത്താവിനെ റിജക്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ കർത്താവിനെ കൂടുതൽ കൂടുതൽ മഹത്വപ്പെടുത്തണം. അവന്റെ വചനത്തിലൂടെ, അവനെ സ്നേഹിച്ചുകൊണ്ട്, നമ്മുടെ ജീവിതത്തിലൂടെ, നമ്മുടെ വിശ്വാസ സാക്ഷ്യത്തിലൂടെ നമ്മുടെ കർത്താവിനെ ഉയർത്തുവാൻ, ആ നാമത്തെ മഹത്വപ്പെടുത്തുവാനുമുള്ള ഒരു പ്രതിബദ്ധതയിലേക്ക് ഈ കാലഘട്ടത്തിൽ സഭാമക്കൾ കടന്നു വരണം. അത് കർത്താവിൻ്റെ ആഗ്രഹം. അങ്ങനെ ഈശോയുടെ ഹൃദയത്തെ നമ്മൾ ആശ്വസിപ്പിക്കണം. കർത്താവ് ഒത്തിരി സങ്കടപ്പെടുന്നുണ്ട് സഹോദരങ്ങളെ. കർത്താവിൻ്റെ നാമത്തെ കൂടുതൽ കൂടുതൽ മഹത്വപ്പെടുത്തുക. അതാണ് അപ്പോസ്തല പ്രവർത്തനം 9:35. പത്രോസ്ലീഹ വർഷങ്ങളായി തളർന്നു കിടന്ന ഐനിയാസിനെ കർത്താവിന്റെ നാമത്തിൽ സൗഖ്യം കൊടുത്തു. ഈ സൗഖ്യം കണ്ടപ്പോൾ അവിടെ എന്താ ഉണ്ടായത്? അപ്പോസ്തല പ്രവർത്തനം 9:35 എന്താ പറയുന്നത്? ലിദിയായിലെയും സാറോണിലെയും സകല ജനങ്ങളും അവനെ കണ്ടു, കർത്താവിലേക്ക് തിരിഞ്ഞു. ജനം കർത്താവിനെ മഹത്വപ്പെടുത്തി.
ജനം കർത്താവിനെ മഹത്വപ്പെട്ടു, കർത്താവിൻ്റെ നാമം മഹത്വപ്പെട്ടു. ജനം കർത്താവിലേക്ക് തിരിയുകയാണ്. വീണ്ടും അപ്പോസ്തല പ്രവർത്തനങ്ങൾ 9:42. തബീഥ എന്ന് പറയുന്ന ഒരു നല്ല പെൺകുട്ടി, കൃപയുള്ളൊരു പെൺകുട്ടി, അവൾ മരണപ്പെട്ടു പോയി. പത്രോസ്ലീഹ കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ അവളെ ഉയർപ്പിക്കുകയാണ്. മരണം വിട്ടുമാറി ജീവൻ വ്യാപരിച്ചു. ഇത് യോപ്പ മുഴുവൻ പരസ്യമായി. വളരെ പേർ കർത്താവിൽ വിശ്വസിച്ചു, വളരെ പേർ കർത്താവിനെ മഹത്വപ്പെടുത്തി. കർത്താവിൻ്റെ നാമത്തിന് വ്യാപകമായ വിധത്തിൽ മഹത്വം ഉണ്ടായി. പത്രോസ്ലീഹായുടെ കരങ്ങളിലൂടെ പരിശുദ്ധാത്മ പ്രവർത്തിച്ചപ്പോൾ അനേകർ കർത്താവിൻ്റെ നാമം മഹത്വപ്പെടുത്തുക. എന്നിലൂടെയും നിങ്ങളിലൂടെയും പരിശുദ്ധാത്മാവിന് പ്രവർത്തിക്കാൻ പറ്റണം. അപ്രകാരം നമ്മുടെ ജീവിതങ്ങൾ വിശുദ്ധീകരിക്കപ്പെടണം. അപ്രകാരം നമ്മുടെ ജീവിതങ്ങൾ ദൈവകൃപ കൊണ്ട് നിറയപ്പെടണം. അതിനുവേണ്ടി വില കൊടുക്കണം. നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തണം. അഭിഷേകം നഷ്ടപ്പെടുത്തുന്ന, ദൈവകൃപ ചോർന്നു പോകുന്ന സകല പാപങ്ങളെയും ജഡികതകളെയും ലൗകികതകളെയും ഉപേക്ഷിക്കുവാനുള്ള ഉറച്ച തീരുമാനത്തോടു കൂടി ആയിരിക്കണം 2026 ഈ പുതുവർഷത്തിലേക്ക് നമ്മൾ പ്രവേശിക്കേണ്ടത്. സഹോദരങ്ങളെ, അവസാനമായി നമുക്കവിടെ കാണാൻ പറ്റുന്നൊരു കാര്യം എന്താണെന്നറിയോ? അപ്പോസ്തല പ്രവർത്തനങ്ങൾ 19-ാം അധ്യായം 18-ഉം 19-ഉം വചനങ്ങളാ. മാസികമായ മാനസാന്തരം. അനേകർ ഹൃദയം നുറുങ്ങി പൊട്ടിക്കരഞ്ഞു. അവർ പറഞ്ഞു, ഞങ്ങൾക്ക് യേശു മതി, ഞങ്ങൾക്ക് കർത്താവിനെ വേണം, ഞങ്ങൾക്ക് ഈശോയെ വേണം. കൂടാതെ വിശ്വാസം സ്വീകരിച്ച പലരും വന്ന് തങ്ങളുടെ ദുർനടപടികൾ, തങ്ങളുടെ പാപജീവിതം, സകല പാപങ്ങളും മ്ലേച്ഛതകളും ഏറ്റുപറഞ്ഞ് കുറ്റസമ്മതം. അവർ പറഞ്ഞു, കർത്താവേ ഞങ്ങൾ പാപിയാണ്, തെറ്റിപ്പോയി കർത്താവേ. കണ്ട് അനുതാപം ഉണ്ടായി. എപ്പോഴാ ഈ റിപ്പൻറ്റൻസ് ഉണ്ടായത്? ഹോളി സ്പിരിറ്റ് പ്രവർത്തിച്ചപ്പോൾ അവർക്ക് അനുതാപം ഉണ്ടായി. ഒരുപോലെ ഞങ്ങൾ പാപികളാണ് കർത്താവേ, തെറ്റിപ്പോയി കർത്താവേ. അത് മാത്രമല്ല, 19-ാമത്തെ വചനം പറയാണ്, കണ്ടോ, ക്ഷുദ്രപ്രയോഗം നടത്തിയിരുന്ന അനേക മന്ത്രവാദികള്, കൂടോത്രക്കാര്, ആഭിചാരകര്, ക്ഷുദ്രപ്രയോഗം നടത്തിയിരുന്ന 1-2 ആൾക്കാരല്ല, അനേകം ആളുകള് അവരുടെ മേൽ ആത്മാവിന്റെ ശക്തി ഇറങ്ങി. അഭിഷേകം അവരിലേക്ക് വ്യാപരിച്ചപ്പോൾ പാപക്കെട്ടുപൊട്ടി, പൈശാചിക ബന്ധനങ്ങൾ അഴിഞ്ഞു, അവരുടെ ഹൃദയകാഠിന്യം മാറി. അവർ യേശു ക്രിസ്തുവിനെ കണ്ടുമുട്ടി, കർത്താവിന്റെ സ്നേഹം അനുഭവിച്ചു. ആ സ്നേഹത്തിന്റെ സ്പാർക്കുണ്ടായി. ക്ഷുദ്രപ്രയോഗം നടത്തിയിരുന്ന കൊടുമന്ത്രവാദികള്, അഭിചാരകര്, അവരെല്ലാം മാനസാന്തരപ്പെട്ടു. അവരെന്തു ചെയ്തു? ക്ഷുദ്രപ്രയോഗം നടത്തിക്കൊണ്ടിരുന്ന ആ ഗ്രന്ഥച്ചുരുളുകൾ കൊണ്ടുവന്ന് എല്ലാവരും കാണുക, അഗ്നിക്കിരയാക്കി. അതെല്ലാം വിട്ടുപേക്ഷിക്കുകയാണ്. നമ്മൾ പറയുന്നില്ലേ, പാപവും പാപമാർഗങ്ങളും. പാപം മാത്രമല്ല, ആ പാപത്തിലേക്ക് നമ്മൾ നയിക്കുന്ന സകലതിനും ഒരു അതിലൊക്കെ തിന്മയുടെ പൈശാചിക സ്വാധീനങ്ങളുണ്ട് ആ ഗ്രന്ഥച്ചുരുളുകളിൽ. നമ്മൾ ഈ കാണുന്ന എല്ലാ പുസ്തകവും വായിച്ച് നിന്റെ കൃപയെ നഷ്ടപ്പെടുത്തി കളയാം. നമ്മൾ വായിക്കേണ്ട പുസ്തകങ്ങളെ വായിക്കാൻ പാടുള്ളൂ. കർത്താവിൻ്റെ വചനത്തിന് ചേരാത്ത, പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുന്ന ഒരു വായനയും നമുക്കുണ്ടാകരുത്, ഒരു കേൾവിയും നമ്മളിൽ ഉണ്ടാകരുത്. നമ്മുടെ കൃപ മങ്ങിപ്പോവും, അഭിഷേകം ചോർന്നു പോവും. ഇതൊന്നും നമ്മൾ അറിയില്ല സഹോദരൻ. അവസാനം നമ്മൾ ഇതൊക്കെ നഷ്ടപ്പെട്ട് ജഡീകരായി മാറും. നമ്മൾ നമ്മുടെ ആത്മീയ തകർച്ച മനസ്സിലാക്കണം. ഇവർക്ക് വലിയ മനസ്സാന്തരം ഉണ്ടായി. ഇവർ കർത്താവിനെ കണ്ടുമുട്ടി. അവർ വലിയ വിലാപത്തോടെ നിലവിളിച്ചു. ശക്തമാണ് ദൈവത്തിൻ്റെ വചനം. കണ്ണുനീരോടെ വിളിച്ചു. അപ്പോസ്തല പ്രവൃത്തി 2:37 നമ്മൾ കാണുന്നില്ലേ, പത്രോസ്ലീഹ പരിശുദ്ധാത്മ നിറവിൽ വചനം പ്രസംഗിച്ചു കഴിഞ്ഞപ്പോൾ ആ വചനം കേട്ടുകൊണ്ടിരുന്നവർക്ക് എന്താ ഉണ്ടായത്? ഇത് കേട്ടപ്പോൾ അവർ ഹൃദയം നുറുങ്ങി. പത്രോസിനോടും മറ്റ് അപ്പോസ്തലന്മാരോട് ചോദിച്ചു, വാട്ട് ഷാൽ വി ഡു? സഹോദരന്മാരെ, ഞങ്ങൾ എന്തു ചെയ്യണം? ഞങ്ങൾക്ക് കർത്താവിനെ വേണം, ഞങ്ങൾക്ക് രക്ഷ വേണം, ഞങ്ങൾക്ക് പരിശുദ്ധാത്മ അഭിഷേകം വേണം, ഞങ്ങൾ അതിനു വേണ്ടി എന്തു ചെയ്യണം? യെസ്, അതാണ് അനുതാപം. അഴമേറിയ അനുതാപം ഉണ്ടായി. ഒരു ഹൃദയം നുറങ്ങി, ഒരു പൊട്ടിക്കരഞ്ഞു. അവർ ഈശോയെ കണ്ടുമുട്ടുകയാണ്. ഇതെപ്പോഴാണ് സംഭവിച്ചത്? ഹോളി സ്പിരിറ്റ് പ്രവർത്തിച്ചു, പരിശുദ്ധാത്മ പ്രവർത്തിച്ചപ്പോൾ. എൻ്റെ സഹോദരങ്ങൾ, അവസാനമായി അപ്പോസ്തല പ്രവർത്തനം 19:20 നിങ്ങൾ വരിക. 19:20 എന്താ പറയുന്നത്? അങ്ങനെ
കർത്താവിന്റെ വചനം വിപുലമായി പ്രചരിക്കുകയും ദൈവവചനത്തിന്റെ ശക്തി വെളിപ്പെടുകയും. വചനത്തിന്റെ ശക്തി വെളിപ്പെട്ടു. ഇന്ന് നമ്മുടെ മക്കൾക്ക് ആവശ്യം ഒരു വചനത്തിന്റെ ശക്തി അനുഭവിക്കണം. പലപ്പോഴും അത് സാധിക്കുന്നില്ല. അത് നമുക്കത് ആ ഒരു അഭിഷേകം അവർക്ക് പകർന്നു കൊടുക്കാൻ നമുക്ക് പറ്റാത്തത് കൊണ്ട് നമ്മുടെ മക്കള് ഈ ഗെയിമിനും അതുപോലെ തെറ്റായ പ്രണയബന്ധങ്ങൾക്കും ഈ ലോകത്തിൻ്റെ ജഡമോഹങ്ങൾക്കൊക്കെ അടിമപ്പെട്ട് വിശ്വാസം നഷ്ടപ്പെടുത്തി സഭ പോലും വേണ്ട എന്ന് പറഞ്ഞ് വഴിതെറ്റി അവരവരുടെ ജീവിതങ്ങളെ മലിനപ്പെടുത്തുന്നു. എല്ലാവരും എന്നല്ല പറയുന്നത്, കുറേ പേരൊക്കെ. നിങ്ങൾ ശ്രദ്ധിക്കണത് എന്തുകൊണ്ട് ഈ വചനത്തിന്റെ ശക്തി നമ്മുടെ മക്കൾക്ക് അനുഭവിക്കാൻ പറ്റുന്നില്ല? ദമ്പതിമാരെ, ഭാര്യ ഭർത്താക്കന്മാരെ, ഈ വചനശക്തി നിങ്ങൾ അനുഭവിച്ചാൽ, ഞാനും നിങ്ങളും അനുഭവിച്ചാൽ, എൻ്റെ സഹോദരങ്ങൾ, നമുക്ക് എങ്ങനെ പിന്നെ ഡിവോഴ്സ് ചെയ്യാൻ പറ്റും? എങ്ങനെ ബന്ധങ്ങൾ ഉപേക്ഷിക്കാൻ പറ്റും? എങ്ങനെ കുടുംബത്തെ നശിപ്പിക്കാൻ പറ്റും? എങ്ങനെ മദ്യപിക്കാൻ പറ്റും? എങ്ങനെ അവിഹിത വേഴ്ചകളിലേക്ക് പോകാൻ പറ്റും? വചനത്തിന്റെ ശക്തി നീ അനുഭവിക്കാത്തത് കൊണ്ട് നീ ജഡമോഹങ്ങളിൽ പെട്ടു ജീവിക്കുന്നത്. അനുതാപം നഷ്ടപ്പെടുത്തി നിന്റെ ഹൃദയം പാറ പോലെ കഠിനമാകുന്നതിന് കാരണം വചനം നിന്റെ ജീവിതത്തിലില്ല. നീ വചനം അനുഭവിക്കുന്നില്ല. പരിശുദ്ധാത്മാവ് വചനത്തിന്റെ ആത്മാവാണ്. അത് സമർപ്പിതരാണെങ്കിലും വന്യവൈദികരാണെങ്കിലും ദൈവവചനത്തിന്റെ ശക്തിയിൽ ജീവിക്കണം. ഈ ശക്തി ദൈവജനത്തിന് പകർന്നു കൊടുക്കണം. ഈ ജനം കർത്താവിനെ നോക്കി ജീവിക്കാൻ തുടങ്ങും. നമ്മുടെ കുടുംബങ്ങൾ വിശുദ്ധീകരിക്കപ്പെടും. നമ്മുടെ യുവജനങ്ങള് സുവിശേഷത്തിന്റെ തീനാവുകളായി മാറും. വചനത്തിന്റെ ശക്തി വെളിപ്പെടുത്തുക. അപ്പോസ്തലപ്രവൃത്തി 12:24 പറയുന്നു. അവിടെയും വചനം പെട്ടെന്ന് വായിക്കാം. ദൈവവചനം വളർന്നു വ്യാപിച്ചു. ഇതിന്റെ പുറകിൽ ഹോളി സ്പിരിറ്റ് ആണ്. പരിശുദ്ധാത്മ പ്രവർത്തിക്കുമ്പോൾ ദേശങ്ങളിൽ, രാജ്യങ്ങളിൽ, ജനപദങ്ങളിൽ, സഭയിൽ, കുടുംബങ്ങളിൽ, വ്യക്തിജീവിതത്തിൽ വചനം വളർന്നു വ്യാപിക്കുന്നു. വചനം വളർന്നു വരികയാണ്. വചനത്തിന് വേണ്ടി വഴികൾ തുറക്കപ്പെടുകയാണ്. വചനത്തിന് വ്യാപനം ഉണ്ടാവുകയാണ്. വീണ്ടും അപ്പോസ്തല പ്രവർത്തനങ്ങൾ 13:49 കർത്താവിന്റെ വചനം ആ നാട്ടിലെല്ലാം വ്യാപിച്ചു. പൗലോസ്ലീഹായുടെ ശുശ്രൂഷയിൽ നമ്മൾ കാണുന്നൊരു കാര്യമാണ്. ആ നാട്ടിലെല്ലാം കർത്താവിന്റെ വചനം വ്യാപിച്ചു. എൻ്റെ സഹോദരങ്ങളെ, അസാധാരണമായ അഭിഷേകം വെളിപ്പെട്ടപ്പോൾ സംഭവിച്ച റിസൾട്ടുകൾ, ആത്മീയ ഫലങ്ങൾ എന്താണെന്ന് നാം ദൈവവചനത്തിൽ നിന്ന് ധ്യാനിക്കുകയായിരുന്നു. നമുക്ക് ഹൃദയ നുറുക്കത്തോടെ, കണ്ണുനീരോടെ പ്രാർത്ഥിക്കാം. കർത്താവേ, ഈ ഒരു അനോയിന്റിങ് എൻ്റെ ജീവിതത്തിലേക്ക് പകരണമേ. ഞാനായിരിക്കുന്ന എൻ്റെ കുടുംബത്തിലേക്ക്, എൻ്റെ സമൂഹത്തിലേക്ക്, എൻ്റെ സഭയിലേക്ക്, ലോകരാജ്യങ്ങളിലേക്ക്, എല്ലാ ജനപദങ്ങളിലേക്കും കർത്താവേ പകരണമേ. ആത്മാവേ വർഷിക്കണമേ. കണ്ണുനീരോടെ പ്രാർത്ഥിക്കുക. ഇനി അതിനുള്ള സമയമാണ്. പരിശുദ്ധ കുർബാനയായി, ദിവ്യകാരുണ്യമായി ഈശോ നമ്മുടെ മധ്യ വരികയാണ്. അഭിഷേകത്തിന്റെ രാജാവായി കർത്താവിന് മുമ്പിൽ നിലവിളിക്കാൻ നമുക്ക്. കർത്താവേ, അഭിഷേകം എനിക്ക് തരണേ. എൻ്റെ കുടുംബത്തിലേക്ക്, എൻ്റെ മക്കളിലേക്ക്, എൻ്റെ തലമുറയിലേക്ക്, എൻ്റെ സമൂഹത്തിലേക്ക്, എൻ്റെ സഭയിലേക്ക്, ലോകം മുഴുവനിലേക്ക് അഭിഷേകം പകരണമേ. കണ്ണുനീരോടെ പ്രാർത്ഥിക്കും. ഈശോ പറഞ്ഞു, ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ അവർ എൻ്റെ അടുക്കൽ വരട്ടെ, ദാഹാർത്തരായി. ഈ അഭിഷേകത്തിന് വേണ്ടിയുള്ള വിശപ്പോടെ നമുക്ക് കർത്താവിന് മുൻപിലോട്ട് വരാം.